ഹായ് ഹലോ വെൽക്കം ടു സ്പൈസ് റിച്ച്. ഇന്നത്തെ റെസിപ്പി ഒരു ഗ്രീൻ പീസ് കറിയാണ്. അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ ചപ്പാത്തിക്കും ഒപ്പത്തിനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഈ ഗ്രീൻ പീസ് കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 2.5 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുതിർന്നതിന് ശേഷമാണ് 2.5 കപ്പ്. പിന്നെ 2 സവോള, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിൽ വെളുത്തുള്ളി ചേരുന്നില്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം, ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം. ഗ്രീൻ പീസ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതലായി പോകണ്ട. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വെന്ത് ഉടഞ്ഞു പോകണ്ടാത്തവർക്ക് 3 വിസിലും, അത്യാവശ്യം വെന്ത് ഉടഞ്ഞ് കിട്ടണം എന്നുള്ളവർക്ക് 4 വിസിലും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 വിസിലാണ് വേവിച്ചേക്കുന്നത്. അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടില്ല. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ പെരുംജീരകം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് 2ാം പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഇച്ചിരി ഒന്ന് കുറുകി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന 1ാം പാൽ, ഞാനിവിടെ 1 കപ്പ് 1ാം പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ 1ാം പാൽ ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ സിമ്മിലേക്ക് ആക്കി വെക്കണം തീയ. കാരണം ഇത് നന്നായിട്ട് തിളച്ച കറിയാണ്, അപ്പോൾ പെട്ടെന്ന് തിള വരും. ഇനി ഞാൻ ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവനുസരിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് എരിവിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. എന്നാൽ കുരുമുളക് പൊടിയുടെ അളവ് തീരെ കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇങ്ങനെ നിങ്ങൾ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഉപ്പുമാവിൻ്റെ കൂടെ എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു 1ാം തരം കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ആക്കി വെക്കണം. എങ്കിലേ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്